നാല് പ്രധാനപ്പെട്ട സ്പിരിറ്റുകളാണ് ഒരു വിശ്വാസിക്കെതിരായിട്ടുള്ളത്. एक विश्वासी के विरोध 4 आत्मा विरोध है. നാല് പ്രധാനപ്പെട്ട സ്പിരിറ്റ്. आमीन. इम्पोर्टेंट 4 स्पिरिट 4 स्पिरिट है. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സെയിം ആണ്. पुराना नियम में एक ही है, नया नियम में भी एक ही है. പഴയ നിയമത്തിൽ ആ സ്പിരിറ്റ് തന്നെ വർക്ക് ചെയ്യുന്നു, പക്ഷെ പുതിയ നിയമത്തിലും ആ സ്പിരിറ്റ് തന്നെ വർക്ക് ചെയ്യുന്നു. हमें पुराना नियम में भी वही आत्मा काम कर रहा है, नया नियम में भी वही आत्मा काम कर रहा है. ഇത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് പഠിച്ചാൽ ഈ സ്പിരിറ്റിനെ മുഴുവൻ ശാസിച്ച് നമുക്ക് ജയം പ്രാപിക്കാൻ പറ്റും. बड़े ध्यान से हम आज वचन सुनेंगे तो वो आत्मा से हम जय पा सकता है. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया. നിങ്ങളുടെ ലൈഫിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ശത്രുവിനെ പേടിച്ച് ജീവിക്കാനുള്ളവരല്ല. जिंदगी भर हम शत्रुओं से डर के जीने का नहीं है. എല്ലാ ദിവസവും യുദ്ധം ചെയ്ത് എല്ലാ ദിവസവും പിശാചിനോട് യുദ്ധം ചെയ്ത് ജീവിക്കാനുള്ളവരല്ല നമ്മൾ. हर दिन लड़ाई करके हमें बिधाने का नहीं है. നമുക്ക് ജയാളികളായി ജീവിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. जय पाकर जीने के लिए परमेश्वर ने हमें बुलाया है. എന്നാൽ പല സമയങ്ങളിൽ നമുക്ക് ആ ജയത്തിന്റെ അനുഭവം ലഭിക്കുകയില്ല. हमें बहुत समय हमें जय नहीं मिलता है. അതിന്റെ റീസൺസ് ആണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. उसके कारण मैं बोलना चाहता हूँ. ഈ മേജർ സ്പിരിറ്റിന്റെ ഈ പ്രധാനപ്പെട്ട ദുരാത്മാക്കളുടെ നാലായിട്ട് നമുക്ക് വേർതിരിക്കാൻ പറ്റും. हमें ये आत्मा के बारे में हम बोलेगा तो ये 4 आत्मा है. ഒന്നാമത്തെ സ്പിരിറ്റിനെ കുറിച്ച് പറയുന്നത് അത് സ്പിരിറ്റ് ഓഫ് ഫൈത്തൺ അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് സ്നേക്ക് അല്ലെങ്കിൽ പാമ്പിന്റെ ആത്മാവ് അല്ലെങ്കിൽ സർപ്പത്തിന്റെ ആത്മാവ്. हमें पहला आत्मा है सर्प का आत्मा, सांप का सांप की आत्मा. ഈ സർപ്പത്തിന്റെ ആത്മാവിനൊരു പ്രത്യേകതയുണ്ട്. सांप की आत्मा की एक प्रत्येकता है, विशेषता है. ഒരിക്കലും ഒരു പാമ്പ് രഹസ്യത്തിൽ വെളിപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളല്ല. कभी भी सांप चुपके नहीं प्रकट नहीं होता. രഹസ്യത്തിൽ വരത്തില്ല. चुपके वो प्रकट नहीं होता. അതിന്റെ ആഹാരം തേടി മാത്രമേ അത് പുറത്തു വരൂ. അതിന്റെ ആഹാരം തേടി മാത്രമേ അത് പുറത്തു വരൂ. खाना ढूंढ कर ही वो बाहर आता है. അല്ലെങ്കിൽ അതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അത് പുറത്തു വരൂ. जरूरत के लिए वही बाहर आता है, उसके जरूरत के वो बाहर आ जाता है. വേറെ ഒന്നിനു വേണ്ടി അത് പുറത്തു വരാറില്ല. हमें दूसरे कुछ काम के लिए वो बाहर नहीं आता है. ഇങ്ങനൊരു സ്പിരിറ്റ് ഉണ്ട്. ऐसा एक स्पिरिट आत्मा भी है. പല സ്ഥലങ്ങളിൽ മറഞ്ഞിരിക്കും. बहुत जगह वो चुप बैठता है. പല സ്ഥലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് छिप जाता है. അതിന്റെ സമയമാകുമ്പോൾ അത് പുറത്തു വരും. चिपके बैठता है, समय पर वो आ जाता है. അതുകൊണ്ട് ചില കുടുംബങ്ങളിൽ इसलिए कुछ परिवार के अंदर കഴിഞ്ഞ മാസം രോഗമുണ്ടായ അതേ ഡേറ്റിൽ पिछले महीने जो बीमारी हुआ उसी डेट में അടുത്ത മാസവും രോഗം ഉണ്ടാകുന്നു. अगले महीना भी वही बीमार आ जाता है. കഴിഞ്ഞ മാസം പ്രശ്നമുണ്ടായ അതേ മാസം തന്നെ गया हुआ അടുത്ത महीना മാസം തന്നെ അതേ ഡേറ്റിൽ തന്നെ പ്രശ്നമുണ്ടാകുന്നു. गया हुआ महीना में एक समस्या आया है, अगले महीने में भी वही समस्या वही दिन में आ जाता है. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആളുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ബിസിനസ് ചെയ്യുന്ന ആളുടെ പ്രശ്നമാണ്, നിങ്ങളുടെ കൂടെ ആളുടെ പ്രശ്നമാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. हम सोचते हैं मेरे साथ जो रहता है उसी के कारण है, नहीं तो मेरे बिजनेस पार्टनर के कारण है. എന്നാൽ സത്യം അതല്ല. सच्चाई वो नहीं है. അതിന്റെ ആവശ്യമുള്ളപ്പോൾ അതിന്റെ ഇമോഷൻസ്, അതിന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ പാകത്തിങ്കൽ പുറത്തു വരുന്ന ആ ഒരു സ്പിരിറ്റ്, ഇറ്റ്സ് ഹിഡൻ ഓൾവേസ്. वो आत्मा उसके हमें इमोशन को प्रकट करने के लिए वो बाहर आ जाता है. ഇന്ന് നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ आज हम प्रार्थना करते समय, രാവിലെ ദേവദാസൻ ശുശ്രൂഷിപ്പനിടയായി തീർന്നു. आज परमेश्वर के दास सेवकाई करते समय നിങ്ങൾക്കറിയില്ല എത്രത്തോളം ഈ തീ പിടിക്കും തോറും പാമ്പിന് പേടിയുള്ളത് തീ മാത്രമാണ്. हम नहीं जानते हैं आग जलते हुए शाम को डर आग से है. വേറെ ഒന്നിനെ പാമ്പ് പേടിക്കാറില്ല. हमें और कुछ से और डरते नहीं है. ഒരു കാട്ടിനകത്ത് തീ പിടിച്ചാൽ ആദ്യം അറിയുന്നത് പാമ്പാണ്. एक हमें जंगल के अंदर आग जल गया तो सबसे पहले शाम को मालूम पड़ता है. आमीन. Praise the Lord. Hallelujah.
ഹല്ലേലൂയ. Hallelujah. ശബ്രാല ബ്രസ്മാനിയ ബ്രൗഡല തരം 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 തരം. നിങ്ങളിൽ തീ പിടിച്ചാൽ, നിങ്ങളിൽ തീ പിടിച്ചാൽ, अगर हम आग जैसा हमें मीन्स നിങ്ങളിൽ തീ പിടിച്ച आप में आग से भरेंगे तो, നിങ്ങളിൽ തീ പിടിച്ചാൽ ആദ്യം അറിയുന്നത് പാമ്പാ. हमें पहले बाहर आएगा सांप. നിങ്ങളിൽ തീ പിടിച്ചാൽ ആദ്യം അറിയുന്നത് പാമ്പാണ്. हमें आप अगर आग से भरेंगे तो पहले हमें सांप बाहर आ जाएंगे. Say praise the Lord. आमेन. हालेलुया. കരങ്ങളെടുത്ത് നന്ദി പറഞ്ഞാട്ട്. हमें हाथ उठाकर धन्यवाद बोले. सब लोग हाथ उठाकर धन्यवाद बोले. हालेलुया. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. ഇത് മറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്പിരിറ്റ് ആണ്. एक चिपके हुए बैठने चाहता है ये आत्मा. എന്താണ് ഈ കൂട്ടായ്മയുടെ പ്രത്യേകത? ये आमेन झुंड की प्रत्येकता क्या है? നിങ്ങളുടെ ഇരുന്ന് ആത്മാവിൽ തീ പിടിക്കുമ്പോൾ, आपके अंदर जो आत्मा है उसमें आग हमें लग गया तो, നിങ്ങളുടെ ഉള്ളിൽ തീ വ്യാപരിക്കുമ്പോൾ आपके अंदर आग लग गया तो ആദ്യം പുറത്തു പോകുന്നതും ഈ പാമ്പാണ്. हमें पहले बाहर क्या जाएगा? सांप बाहर जाएगा. പ്രൈസ് ദി ലോർഡ്. हालेलुया. നിങ്ങളുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന എല്ലാ പാമ്പിന്റെ സ്പിരിറ്റുകളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ടുഡേ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഹിഡനായി കിടക്കുന്ന, നിങ്ങൾക്ക് പോലും അറിയാതെ ഹിഡനായി കിടക്കുന്ന ചില വിഷയങ്ങൾ, आपकी अंदर छिपा हुआ सारे सांप की आत्मा अभी इसी वक्त बाहर जाए. നിങ്ങൾക്ക് പോലും അറിയാതെ ഹിഡനായി കിടക്കുന്ന വിഷയങ്ങൾ आप नहीं जानते हैं वो चिपका हुआ है, वो आपके अंदर है. ഇത് പാസ്റ്ററിന് മാത്രമല്ല ഉള്ളത്, हमें ഇത് പാസ്റ്ററിന് മാത്രമല്ല, ये सिर्फ पास्टर के लिए नहीं है, ഇത് വിശ്വാസികൾക്കും ഉണ്ടാകും. ये विश्वासियों के लिए भी है. പുതിയ വിശ്വാസിക്കും പഴയ വിശ്വാസിക്കും ഉണ്ടാകാം. पुराना विश्वासियों को भी है, नया विश्वासियों को भी है. ഇത് നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു കയറുമ്പോൾ, हम आत्मा में प्रार्थना के साथ बढ़ेंगे ഈ तो കൂട്ടായ്മയിൽ ഇരുന്ന് ഒരുമിച്ച് പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ, हमें ये सवाई के बीच में हम प्रार्थना में आराधना में हम बढ़ते जाएंगे तो ഇങ്ങനെയുള്ള മറഞ്ഞിരിക്കുന്ന സ്പിരിറ്റുകളൊക്കെ വെളിച്ചത്ത് വരും. हाँ, ऐसे झुंड के बीच में ऐसे छिपा हुआ आत्मा बाहर आएंगे. അങ്ങനെ വെളിപ്പെട്ട് വരുന്ന പാമ്പിനെ നിങ്ങൾ തീക്കകത്ത് കുടഞ്ഞു കളയണം. ऐसा जो सांप का आत्मा प्रकट होते समय हम आग के बीच में उसको हमें क्या करना चाहिए? उसको बहाना चाहिए. തീ കത്തുമ്പോഴേ പാമ്പ് പുറത്തു വരൂ. हमें जब आग जलेगा तभी सांप बाहर आएगा. അല്ലാത്ത കാലത്തോളം പാമ്പ് പുറത്തു വരില്ല. उससे पहले वो नहीं आएगा. हालेलुया. തീ പാമ്പിന് പേടിയാണ്. हमें आग से सांप डरते हैं. ഹല്ലേലൂയ. हालेलुया. ഇന്ന് പകൽ നമ്മൾ ഒരു സാധാരണ വിശ്വാസിയായി വന്ന് ഒരു സാധാരണ വിശ്വാസിയായിട്ട് മടങ്ങിപ്പോകാം. പക്ഷേ എന്നിൽ തീ കത്തിയാൽ എൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന പാമ്പുകൾ, എന്നെ ദ്രോഹിക്കുന്ന, എന്നെ ശല്യപ്പെടുത്തുന്ന, മാസാമാസം എൻ്റെ നന്മ കൊണ്ടുപോകുന്ന, മാസാമാസം എനിക്ക് വീട്ടിനകത്ത് കലഹത്തെ കൊണ്ടുവരുന്ന ദുരാത്മാവാകുന്ന പാമ്പ് തീ കത്തി. അതുകൊണ്ടാ ആത്മാവിന്റെ തീ കത്തി 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 ഒരു വലിയ വിടുതലിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകുന്നത്. आज शाम के समय हमें साधारण रीति से वापस जा सकता है, लेकिन हमें महीने महीने हमारे सारे भलाइयों को हमें लेके जाने वाला वो जो शाम की आत्मा को आज हम कुचल डालना चाहिए. Praise the Lord. हालेलुया. ഹല്ലേലൂയ. അപ്പോൾ ഈ വിശുദ്ധ തീ കത്തണം, ആത്മാവിന്റെ വിശുദ്ധ തീ കത്തണം. हमें आत्मा की एक अग्नि हमें इधर जलना है. പരിശുദ്ധ തീ കത്തണം. हमें पवित्र आत्मा की एक अग्नि जलना है. പാട്ടുകൾ പാടുന്നതും ആരാധിക്കുന്നതൊന്നും ആമേൻ എൻ്റെ അനുഭവത്തിൽ, ജീവിതാനുഭവം, എനിക്ക് ഒരുപാട് ബലഹീനതയുള്ള വ്യക്തിയായിരുന്നു. मुझे बहुत बड़ी दुर्बलता है. ഒരു വലിയ മദ്യപാനിയുടെ മകനാണ് ഞാൻ. एक बड़ी हमें दारू पीने वाले व्यक्ति का बेटा है मैं. ഡോക്ടറുടെ മകൻ ഡോക്ടർ ആകണം, മദ്യപാനിയുടെ മകൻ മദ്യപാനി ആകണം എന്നുള്ള സിസ്റ്റത്തെ ഈ തീ പൊളിച്ചു. हमें डॉक्टर का बेटा डॉक्टर बन जाता है, पीने वाला व्यक्ति का बेटा पीने वाला व्यक्ति बन जाता है, लेकिन परमेश्वर ने वो हमें जो उसी को परमेश्वर ने बदल दिया. ഇന്ന് രാത്രിയിൽ പല പാരമ്പര്യങ്ങളെയും ഈ തീ പൊളിക്കും. हमें परंपराओं के जो सारे श्रापों को परमेश्वर आज तोड़ेंगे. ആത്മാവിൽ വിശ്വസിക്കുന്ന കരങ്ങളെ അടിച്ചു പ്രതികരിച്ച് हालेलुया. जो कोई विश्वास करके थाली बजाकर परमेश्वर को महिमा करे. हालेलुया. ആ തീ ഇന്ന് പകൽ നമ്മളിൽ കത്തണം.
आज हमारे अंदर वो आग जलना है। അത് തീ കത്തും തോറും അതിന്റെ ചൂട് വർദ്ധിക്കും തോറും അകത്ത് മറഞ്ഞിരിക്കുന്ന സർപ്പത്തിന്റെ സ്പിരിറ്റുകൾ യേശുവിന്റെ നാമത്തിൽ അത് വെളിപ്പെട്ട് പുറത്തു പോകും। हमें वो आग जलते जलते उसकी गर्म बढ़ जाएगा तो वो सांप बाहर आ जाएगा, वो भाग जाएगा। हालेलुया, ആമേൻ, आमेन, ആമേൻ, आमेन, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ। हालेलुया। ഇതിന്റെ രണ്ടാമത്തെ പ്രത്യേകത, दूसरा विशेषता, ഇതൊരിക്കലും പരസ്യത്തിലൊന്നും ചെയ്യത്തില്ല, എല്ലാം രഹസ്യത്തിലേ ചെയ്യത്തുള്ളൂ। हमें ये कुछ सामने आकर नहीं करेगा, छिपकर करता है। രണ്ടാമത്തെ പ്രത്യേകത പറയാം। दूसरा विशेषता ये है, ഇത് ഈ സ്പിരിറ്റിന്റെ പ്രത്യേകത, ये आत्मा का विशेषता ये है, വർക്ക്സ് അണ്ടർ ദ ടേബിൾ ഓൾവേസ്। हमें मेज के नीचे बैठ जाता है, സാമനെ नहीं करेगा, सामने नहीं आता है, തുറന്നൊന്നും ചെയ്യത്തില്ല। सामने आकर कुछ भी नहीं करता है। ഇത് ചെയ്യുന്നതല്ല ഹിഡൻ ആയിരിക്കും, हमें ये छिपा हुआ है, छिपकर करता है। ഇതെല്ലാം രഹസ്യത്തിൽ ചെയ്യത്തുള്ളൂ। हमें ये रहस्य में, गुप्त में करता है। നിങ്ങളുടെ ലൈഫിനകത്ത് आपके जीवन में രഹസ്യത്തിൽ പിശാചിടുന്ന എല്ലാ വർക്കുകളും हमें जो शैतान हमें हालेलुया गुप्त में जो करने वाला कामों को യേശു ക്രിസ്തുവിൻ നാമത്തിൽ यीशु मसीह के नाम से I cancel in Jesus name. हमें cancel it in the name of Jesus. തലയിരുന്ന് കരം വയ്ക്കാമോ? हालेलुया, आमेन, हालेलुया। എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാമോ? हमें पास्टर के साथ प्रार्थना कीजिए। യേശുവേ, यीशु मसीह, അങ്ങയുടെ സ്വന്തം പുത്രനായ आपकी യേശു ക്രിസ്തുവിന്റെ हमें यीशु मसीह को അധികാരമുള്ള നാമത്തിൽ अधिकार नाम से എന്റെ ജീവിതത്തിനകത്ത്, मैं अपना जीवन में, രഹസ്യത്തിനകത്ത്, गुप्त के जीवन में, ഞാൻ അറിയാതെ, अनजाने में, എന്റെ അറിവില്ലാതെ, मेरे എന്റെ പെർമിഷൻ ഇല്ലാതെ രഹസ്യത്തിൽ പ്രവർത്തിക്കുന്ന गुप्त में करने वाला എല്ലാ സർപ്പത്തിന്റെ സ്പിരിറ്റും सारे सांप की आत्मा യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ यीशु मसीह के नाम से എന്റെ, मुझे, എന്റെ കുടുംബം, मेरा परिवार, എന്റെ തലമുറകൾ, मेरे എന്റെ बच्चे, നന്മകൾ मेरे भलाई അതെല്ലാം വിട്ട് सब छोड़कर ഇന്ന് പകൽ आज ഈ രാത്രിയിൽ इसी वक्त ഞാൻ അതിനെ मैं उसी को തീയിലേക്ക് आग में വലിച്ചെറിയുന്നു हमें छोड़ देता हूं, യേശുവിൻ നാമത്തിൽ। यीशु मसीह के नाम से ആമേൻ, आमेन। അല്പസമയം ആത്മാവിൽ ആവശ്യത്തിന് പ്രതികരിച്ചേ, ആത്മാവിൽ ताली बजाकर थोड़ी देर प्रभु की स्तुति करें। തീക്കകത്ത് പ്രതികരിച്ചേ, आमेन, हालेलुया, തീക്കകത്ത് പ്രതികരിച്ചേ, അല്പസമയം, आमेन, हालेलुया। ये हमें आग से അല്പസമയം തീക്കകത്ത് പ്രതികരിച്ചേ, തീയായി തീയായി പ്രതികരിച്ചേ, തീയായി പ്രതികരിച്ചേ, തീയായി തീയായി പ്രതികരിച്ചേ, തീയായി പ്രതികരിച്ചേ, തീയായി പ്രതികരിച്ചേ, തീയായി പ്രതികരിച്ചേ। കത്തട്ടെ, 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 കത്തട്ടെ. ശബരമ തിരിയ. കത്തട്ടെ, 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 കത്തട്ടെ. രഹസ്യത്തിൽ നിനക്ക് വിരോധമായി യുദ്ധം ചെയ്യുന്ന ആ സർപ്പത്തിന്റെ സ്പിരിറ്റ് യേശുവിൻ നാമത്തിൽ തീ. आग, 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 हालेलुया, आग, ഹല്ലേലൂയ. ഫയർ, 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 എല്ലാവരും അതിർന്ന് പറഞ്ഞാട് തീ, ഫയർ, പറഞ്ഞാട് തീ, आग, തീ. आग, കേട്ടില്ല? തീ, आग, തീ. आग, എല്ലാവരും പറഞ്ഞില്ല? തീ. सब लोग बोलिए आग, ആഗ്. everyone together, fire, सब लोग Fire. बोलिए आग, fire, आग, sound of fire. आग। സാധാരണ ഫയറും ഉണ്ട്, നിങ്ങൾ പറയുമ്പോൾ പുറപ്പെടുന്ന ഫയറും ഉണ്ട്.
साधारण फायर भी है। आप लोग मुंह खोलकर बोलते समय आने वाला एक आग है। Say fire. बोलिए फायर। रिखारा बाला बशांतरा रगनगडगसियाधरे। ഇതിന്റെ ശക്തി Hallelujah. തിരിച്ചറിയണമെങ്കിൽ ദുരാത്മാവ് വെളിപ്പെടുമ്പോൾ ഫയർ എന്ന് പറയുമ്പോൾ അതിന് താങ്ങാൻ പറ്റാത്ത രീതിയിൽ അത് കിടന്ന് പെടയുന്നത് കാണാം. ഒറിജിനൽ ലിറ്ററി ഫയർ. ये आग ऐसा आग है कि दुष्ट आत्मा प्रकट होते समय उसको खड़ा होने के लिए नहीं हो सकता है, वो भाग जाता है। ലിക്വിഡ് ഫയർ, ലിക്വിഡ് ഫയർ. आमेन। Say praise the Lord. ഈ തീക്ക് പ്രത്യേകതയുണ്ട്. ദൈവവചനത്തിനകത്ത് തീക്ക് പ്രത്യേകതയുണ്ട്. आग की विशेषता है। തീ പറഞ്ഞ തീ. सब लोग बोलिए आग। നമ്മൾ ദൈവമക്കളായതുകൊണ്ട് എല്ലാവരും ഇത് പറഞ്ഞ് പഠിക്കണം. തീ. വീട്ടിനകത്ത് കയറുമ്പോൾ ഫയർ. आमेन। അതിനകത്തിരിക്കുന്ന പിശാചൊക്കെ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് പോകുന്ന കാണാൻ പറ്റും. ആമേൻ. ഫയർ. ഫയർ. आग। ഫയർ. നമുക്ക് നോർമലായിട്ട് ഫയർ എന്ന് പറയാം. ആത്മാവിലും ഫയർ. हमें साधारण रीति से हम आग बोल सकते हैं, लेकिन आत्मा में भी हमें आग बोल सकते हैं। वो आग सीधा नहीं हुआ है अभी तक. आग. आग। आमेन। हालेलुया। ആമേൻ. आमेन। ഇതിനെ നമ്മൾ പുറത്തു കളയണം. आमेन। ഇല്ലെങ്കിൽ ഇത് മാസം തോറും വരും, അല്ലെ വർഷം തോറും വരും. ये आत्मा को हमें भगाना है, नहीं तो महीना महीना में आएगा। यीशु के नाम से, यीशु के नामത്തിൽ. यीशु मसीह के नाम से। हालेलुया. यीशु मसीह के नाम से। हालेलुया। सबको ये पवित्र है। हमें ये पवित्र जैसे लगेगा, പക്ഷേ ഇത് കടിച്ചാൽ നീ ചത്തുപോകും, നീ മരിച്ചുപോകും. लेकिन ये काटेंगे तो हम मर जाएंगे। പലർക്കും ഇത് വിശുദ്ധമായിട്ട് തോന്നും. बहुत लोगों को ये पवित्र है, ലുക്സ് ലൈക്ക്, പക്ഷേ അകത്ത് ഭയങ്കര ഡേഞ്ചറസാ. देखने में बहुत पवित्र है, लेकिन अंदर बहुत पॉइजन है। അത് ദൈവമക്കൾക്ക് അഗൈൻസ്റ്റ് ആണ്. ये हमारे लिए विरोध है। തലേ കർമ്മ യേശുവിന്റെ നാമത്തിൽ. हमें सिर पर हाथ रखकर യേശുവിന്റെ यीशु നാമത്തിൽ. मसीह के नाम से। അല്ല, വിശുദ്ധി എന്ന് തോന്നുന്നതല്ല, അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ എന്നെ വിട്ട്, എന്റെ കുടുംബം വിട്ട്, എന്റെ തലമുറ വിട്ട്, റൈറ്റ് നൗ ലെറ്റ് ഇറ്റ് ഡിപ്പാർട്ട്. जो अभी अपवित्र है मेरे अंदर है, वो मुझे छोड़कर अभी इसी वक्त बाहर जाए। आमेन। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया। ഈ സ്പിരിറ്റിന് വേറെ പ്രത്യേകതയുണ്ട്. ये आत्मा को दूसरी एक विशेषता भी है। ഇത് എപ്പോഴും ട്രിക്സ് ഉപയോഗിക്കുന്ന ട്രിക്സ്. ड्रिंक्स ട്രിക്സ് എന്ന് വെച്ചാൽ पीता रहता है, पीने वाला। അല്ല, ട്രിക്ക് 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 ट्रिक। ओके ओके। चालाक है ये, बहुत बहुत चालाक है। തന്ത്രം തന്ത്രം ഭയങ്കര തന്ത്രശാലിയാ. തന്ത്രം ഉപയോഗിക്കുന്നത്. ये बड़ा चालाक ഈ है। സ്പിരിറ്റിന്റെ ഭയങ്കര പ്രത്യേകത ഇതൊരുത്തന് ഒരുവനമേ വ്യാപരിച്ചാൽ നമുക്ക് തോന്നും വിശുദ്ധനാണെന്ന് തോന്നും, പക്ഷെ അവൻ ഭയങ്കര തന്ത്രശാലിയാ. हमें लगता है वो पवित्र है। ये आत्मा एक व्यक्ति के अंदर प्रकट हो गया तो हमें लगता है वो पवित्र है करके, लेकिन वो पवित्र नहीं है। Say hallelujah. हालेलुया। Hallelujah. हालेलुया। ഇതിന്റെ അടുത്തൊരു പ്രത്യേകത, दूसरा विशेषता, ഇതിന്റെ അടുത്തൊരു പ്രത്യേകത, ഇത് എപ്പോഴും നിങ്ങളുടെ അടുത്ത് വരുന്നത് നിങ്ങളെ സഹായിക്കാനാ. हमें सहायता करने के लिए हमारे पास आता है। നമ്മൾ വിചാരിക്കും നമ്മളെ സഹായിക്കാൻ വരുമെന്ന് വിചാരിക്കും. हम सोचते हैं मुझे सहायता करने के लिए आ रहा है, പക്ഷെ കുറച്ച് സഹായമൊക്കെ ചെയ്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാകത്തുള്ളൂ ദി സ്പിരിറ്റ് ഈസ് ഡിഫറെന്റ്. हमें थोड़ी देर हम बाद में मालूम पड़ता है ये दूसरा आत्मा है। ഹല്ലേലൂയ. हालेलुया। അതുകൊണ്ട് സഹായം മേടിക്കുമ്പോൾ, സഹായം സ്വീകരിക്കുമ്പോഴെല്ലാം ഡിസേൺ ദ സ്പിരിറ്റ് വിച്ച് ഫ്രം വെയർ ആൻഡ് ഹൗ. हमें किसी से सहायता लेते समय हमें जानना चाहिए ये सहायता, ये स्पिरिट कौन सा है करके। അപ്പോൾ ഒന്നാമത് ദൈവജനത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന ഒരു സ്പിരിറ്റ് ആണ് ഈ സ്പിരിറ്റ്, हमें ഈ ये സർപ്പത്തിന്റെ സ്പിരിറ്റ്. परमेश्वर के हमें बच्चे के विरोध आने वाला एक पहला स्पिरिट है ये सांप की स्पिरिट। അത് രാജാക്കന്മാർക്കും ഉണ്ട്, വിശ്വാസിക്കുണ്ട്, പ്രവാചകന്മാർക്കും ഉണ്ട്, പാസ്റ്റേഴ്സിനുണ്ട്. ഇത് എവരിവൺ ഇറ്റ് ഈസ് സ്റ്റാൻഡ് അഗൈൻസ്റ്റ്. ये राजा लोगों के लिए भी है, विश्वासी लोगों के लिए, सभी लोगों के लिए है। സേ ഹല്ലേലൂയ. हालेलुया। രണ്ടാമത്തെ ഒരു സ്പിരിറ്റ്, दूसरा स्पिरिट है സ്പിരിറ്റ് ഓഫ് മാമോൻ. मामून മാമോൻ, का स्पिरिट, മണി, സ്പിരിറ്റ് ഓഫ് മണി. दौलत की स्पिरिट, ആമേൻ. സ്പിരിറ്റ് ഓഫ് മണി. धन की स्पिरिट,
അത് ഭയങ്കര ഡേഞ്ചറസാ. वो भी बहुत डेंजरस है, खतरा है। ഇത് ഒരുവന്റെ ഉള്ളിൽ കയറിയാൽ അവനെ കൊണ്ട് ഇത് പോകും. वो एक आदमी के अंदर आ गया तो उसी को ही लेके जाएगा, डन की स्पिरिट। ഇത് ഭയങ്കര മെറ്റീരിയലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയലിസത്തിലേക്ക് സഭയോ അല്ലെങ്കിൽ വിശ്വാസിയോ പോയ ഓർത്തോണം അവൻ ആത്മാവിൽ നിന്ന് മാറി മെറ്റീരിയലിസത്തിലേക്ക് മാറിയാൽ ഓർത്തോണം ഇവൻ ഹി ഈസ് അണ്ടർ ദ സ്പിരിറ്റ് ഓഫ് മണി. एक व्यक्ति हमें दुनिया के लालच में या और जा रहा है तो हमें सोचना चाहिए ये व्यक्ति ये आत्मा के अधीन में है. ഈ സ്പിരിറ്റ് ഈ ലോകത്തിൽ ഭയങ്കര പൊസിഷൻസ് ആഗ്രഹിക്കും. ये व्यक्ति दुनिया की पोजीशन को चाहता है. So praise the Lord. हालेलुया. Hallelujah. ഒരുപാട് കാര്യങ്ങൾ ആ വിഷയത്തിലുണ്ട്. പക്ഷേ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി. ആരാധനയ്ക്ക് പ്രവേശിക്കണം, കർത്തൃസംബോൾ സമയം കൊടുക്കണം. സോ വി ആർ മൂവിംഗ് ഫോർവേഡ്. समय नहीं है. രണ്ടാമത്തെ സ്പിരിറ്റ് ആണ് സ്പിരിറ്റ് ഓഫ് മാമോൻ, संपत्ति का स्पिरिट. യെസ്, സോ പ്രൈസ് ദി ലോർഡ്. हालेलुया. തലയിൽ കരം വെച്ച് പറയൂ. हालेलुया. നമ്മൾ സമ്പത്ത് വേണ്ടെന്നോ നന്മ വേണ്ടെന്നോ അല്ല, പിശാച് തരുന്നതൊന്നും എനിക്ക് വേണ്ട, അത് പറഞ്ഞേക്കണം. പിശാച് തരുന്നതൊന്നും നമുക്ക് വേണ്ട. शैतान से हमें कुछ भी नहीं चाहिए. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ, यीशु मसीह के अधिकार नाम से ഞാനും എൻ്റെ കുടുംബവും मैं और मेरे परिवार ഡിവൈൻ പ്രോസ്പെരിറ്റിയിൽ വിശ്വസിക്കുന്നു. पवित्र संपत्ति के ऊपर हम विश्वास करते हैं. സൈത്താനിൽ നിന്ന് കടന്നു വരുന്ന शैतान के ओर से आने वाले ഒരു നന്മയും कोई भी भलाई ഒരു സമ്പത്തും कोई भी संपत्ति എനിക്ക് വേണ്ട. मुझे नहीं चाहिए. ടാറ്റാ, टाटा, ബൈ ബൈ, बाय बाय. God bless you God bless in you. Jesus name. In Jesus name. Amen. 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 Hallelujah. പറഞ്ഞാട് പിശാച് കൊണ്ടുവരുന്ന സമ്പത്തിനോടല്ല ടാറ്റ പറഞ്ഞേ. ടാറ്റ, Amen. Tata. Amen. ബൈ ബൈ. Bye bye. ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. നിങ്ങളിത് പറയുമ്പോൾ തന്നെ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ പിശാച് കൊണ്ടുവരുന്ന നല്ല ആപ്പിള്. हमें बोलकर हम बाहर निकलेंगे तो शैतान वही लेकर आएगा. നിങ്ങൾ ഇവിടുത്തെ ടാറ്റയെ മറക്കും, ഇവിടുത്തെ ഈ സ്പിരിറ്റിനെ മറക്കും. നിങ്ങൾ ആപ്പിള് മേടിച്ച് കഴിക്കുകയും ചെയ്യും. വീണ്ടും പ്രശ്നമാവും. വീണ്ടും പാസ്റ്റ് വരണം വിടുവിക്കാൻ. हम जो भी बातें सुने हैं सब भूल जाएंगे, उसी के पीछे चले जाएंगे. അടുത്തൊരു മേജർ സ്പിരിറ്റിനെ കുറിച്ച് പറയാൻ പോവുകയാണ്. हमें एक मेन सब आत्मा के बारे में बोलने वाला हूँ. ഈ സ്പിരിറ്റിന്റെ പേരാണ് സ്പിരിറ്റ് ഓഫ് ജസബേൽ. ये इजबेल की स्पिरिट है. താങ്ക് യു ജീസസ്. എല്ലാവരും പ്രാർത്ഥനയോടെ സ്പിരിറ്റ് ആയിരിക്കും. ഇത് ഭയങ്കര ഡേഞ്ചറസ് സ്പിരിറ്റാണ്. प्रार्थना से बैठ जाइए, प्रार्थना के साथ बैठ പല जाइए. വിശ്വാസികളും വീണുപോയത് ഈ സ്പിരിറ്റിന് മുമ്പിലാണ്. बहुत विश्वासी लोग ये आत्मा में गिर गए. പല പ്രവാചകന്മാരും മുട്ടുമടക്കിയത് ഈ സ്പിരിറ്റിന്റെ മുമ്പിലാണ്. बड़े भविष्यवक्ता भी ये स्पिरिट में गिर गया है, घुटने टेका है. പല പ്രവാചകന്മാരും ഭയപ്പെടുന്നത് ഈ സ്പിരിറ്റിനെയാണ്. बहुत भविष्यवक्ता ये स्पिरिट को डरते हैं. താങ്ക് യു ജീസസ്. ഇസബേൽ എന്ന് പറയുന്നത് ഒരു സാധാരണ സ്ത്രീയുടെ പേരാണ് നമ്മൾ ചിന്തിക്കുന്നതല്ല. പക്ഷേ ഇറ്റ് ഈസ് എ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ സ്പിരിറ്റ് അഗെയിൻസ്റ്റ് ദ ചർച്ച് ആൻഡ് ദ പീപ്പിൾ ഓഫ് ഗോഡ്. हम सुनेंगे तो एक औरत की नाम है इजबेल, लेकिन वो एक सिर्फ औरत नहीं है, वो एक आत्मा है. आमेन. പഴയ നിയമത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പോലെ തന്നെ ഈവൻ ടു ന്യൂ ടെസ്റ്റമെന്റിലും അത് ശക്തമായ തെളിവുകൾ സഹിതം ഒരുപാടുണ്ട്. പക്ഷെ അതൊന്നും മുൻപോട്ട് പോവുകയാണ്. पुराना नियम में जो ये औरत काम करती थी, ऐसे नया नियम में भी हमें देख सकते हैं. ഈ സ്പിരിറ്റിന്റെ പ്രത്യേകത അഭിഷിക്തന്മാരെ മുഴുവൻ വെല്ലുവിളിക്കുന്ന സ്പിരിറ്റാണ്. ये आत्मा का प्रत्येकता ये है, ये अभिषेक दासों के ऊपर हो जाता है. നിന്റെ ദേശത്ത് നിനക്കൊരു വെല്ലുവിളി ഉണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഈ സ്പിരിറ്റാണ്. आपकी एक बुलावट के विरोध एक आत्मा है तो ये स्पिरिट है. ആത്മാവിൽ പ്രാർത്ഥിച്ച് ആ സ്പിരിറ്റിനെ, ഇതൊരു പ്രസംഗമല്ല, ഇതൊരു സ്പിരിച്വൽ മിനിസ്ട്രിയാണ്. प्रार्थना कीजिए. सारे जिसबेल को स्पिरिट बाहर जाना है. सभी लोग प्रार्थना कीजिए. हालेलुया, हालेलुया. നിനക്കൊരു വെല്ലുവിളി ഉണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഈ സ്പിരിറ്റാണ്. ആമേൻ. ഹല്ലേലൂയ. നിന്റെ ശുശ്രൂഷയ്ക്കായിക്കോട്ടെ, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിനായിക്കൊള്ളട്ടെ, നിന്റെ ഉപവാസത്തിനായിക്കൊള്ളട്ടെ, നിന്റെ ആരാധനയ്ക്കായിക്കൊള്ളട്ടെ, നിനക്ക് വിരോധമായി എഴുന്നേറ്റ ഒരു വെല്ലുവിളി ഉണ്ടെങ്കിൽ
आमीन। आपके प्रार्थना करने के लिए नहीं हो रहा है, आराधना करने के लिए नहीं हो रहा है, हमें स्तुति करने के लिए नहीं हो रहा है, वो इसी आत्मा के कारण है। हालेलुया, हालेलुया। ആത്മാവിൽ പ്രാർത്ഥിച്ച വെല്ലുവിളികൾ 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 ഒതുങ്ങണം. വെല്ലുവിളികൾ നിനക്ക് വിരോധമായി എഴുന്നേറ്റിരിക്കുന്ന വെല്ലുവിളികൾ യേശുവിൻ നാമത്തിൽ ഈ സ്പിരിറ്റിനെ കൺട്രോൾ ചെയ്യാൻ തീ പുറപ്പെട്ട പോരാ. हमें ये आत्मा को कंट्रोल करने के लिए सिर्फ आग काफी नहीं है। പാസ്റ്റർ വെറുതെ പോയാ പോരാ. पास्टर चुपके जाने से नहीं हो सकता, പ്രവാചകന്മാർ എഴുന്നേൽക്കണം. भविष्य वक्ता उठना चाहिए। ആത്മശക്തിയുള്ള ഒറ്റയ്ക്ക് പോരാടുന്ന രാത്രിയിലും പകലും പോരാടുന്ന ആത്മാവിന്റെ എരിവുള്ള പ്രവാചകന്മാർ, आत्मा से भरा हुआ, आत्मा से जलने वाला भविष्य वक्ता उठना चाहिए ये आत्मा के विरोध। हालेलुया। रिखारा वाला शांतराधना रिगरगडग शैडवारगल कमनगडग चसी रेगमान गडग शांतरे रोकोरबोलबो शांतराधना वैडमान गडग चसी रिमान गडग शांतराधना रोकोरबो शांते रगदगडग मानवा शांतराधना जुधारा मानवा शांतरे। हालेलुया, പ്രൈസ് ദി ലോർഡ്, हालेलुया। ആരും കൂടില്ലെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കുന്ന പ്രവാചകന്മാരുണ്ടോ? നീ ഇസബേലിനെ തോപ്പിക്കും. आमेन। हाले कोई भी साथ नहीं है तो भी, अकेले खड़े हो तो भी, हमें आप अकेले हमें ये इजबेल की स्पिरिट को हमें हरा देंगे। ഹല്ലേലൂയ. आमेन, हालेलुया। ഇത് സാധാരണ ജയിക്കാൻ പറ്റുന്ന ഒരു ശക്തിയല്ല. साधारण रीति से ये शक्ति को हम जय नहीं पा सकते हैं। ഇതിനൊരു സ്പിരിറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ये स्पिरिट का एक प्रत्येकता है, ഇത് ഡ്യൂപ്ലിക്കേറ്റ് പ്രാർത്ഥനകൾ സംഘടിപ്പിച്ചു കളയും. हमें ये डुप्लीकेट प्रार्थना को भी लेकर आता है। യെസ്, ഏലിയാവിനെ ട്രാപ്പിലാക്കാൻ एलीजा को ट्रैप में दे ഡ്യൂപ്ലിക്കേറ്റ് പ്രാർത്ഥന സംഘടിപ്പിച്ച സ്പിരിറ്റാണ് സ്പിരിറ്റ് ഓഫ് ജസബേൽ. एलीजा को गिराने के लिए डुप्लीकेट प्रार्थना रखा है इजबेल ने। നിങ്ങൾ വചനം ശ്രദ്ധിച്ചു വായിച്ചാൽ അറിയാം. वचन ध्यान से हम पढ़ेंगे तो हमें मालूम पड़ता है, ഡ്യൂപ്ലിക്കേറ്റ് പ്രാർത്ഥന സംഘടിപ്പിച്ചിട്ട് नकली प्रार्थना को हमें रखकर നീതിമാനെതിരായി हमें धार्मिक व्यक्ति के विरोध दोष किया है। ഹല്ലേലൂയ, आमेन, हालेलुया, ഹല്ലേലൂയ. आमेन, हालेलुया। നിങ്ങൾക്ക് വിരോധമായിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് പ്രയറുകൾ, हमारे ഈവിൾ പ്രാർത്ഥനകൾ हमारे യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഈ രാത്രിയിൽ ദൂതൻ ഇറങ്ങി വട്ടി. आमेन, हालेलुया। हमारे विरोध सारे नकली प्रार्थना, हमें दुष्ट आत्मा के प्रार्थना को हम यीशु मसीह के नाम से आज कैंसिल कर रहा है। Yes. കത്തട്ടെ.
ഇന്ന് പകൽ ചിലരെ സ്പിരിറ്റിന്റെ അടിമത്തത്തിൽ നിന്ന് കർത്താവ് ചിലരെ പുറത്തെടുക്കുകയാണ്. ദൂതന്മാർ ഈ ആലയത്തിനകത്ത് ഇറങ്ങി നിൽക്കുന്നു. ചിലരെ കർത്താവ് ഈ സ്പിരിറ്റിന്റെ അടിമത്തത്തിൽ നിന്ന് കർത്താവ് ഈ പകൽ ചിലരെ പുറത്തെടുക്കുകയാണ്. ആമേൻ. റൗഷ്ബ റഗസ്മനിയാതറ. ഓ താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഉഷ്മാനിയ ഉടൽ ഖബറബലബസ്മൻ ശഗഡലഗബലഗഥനി റൗസ്മനലഗഥനി ശബ്രാസ്മാനിയാര ലൗറബസ്മനിയാ റഗസ് ഉടൽ ക്രസ്മാനിയാത്ര ലാബ്രസ്മോറിയാത്ര സ്രാരഗസിരിയാത്ര സഭയിലെ വ്യാപാരങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രിയിൽ തട്ടിമാറ്റുകയാണ്. Shekeri belo roto, kale roto roto le.
Shabra, Labrasma, Palabrasmaria, Sramr Kusmania, Raskres, 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 Raskres. Thank you, Jesus. Shabra la Rasmania. ഈ സ്പിരിറ്റിന്റെ മറ്റൊരു പ്രത്യേകത, ദൈവദാസന്മാരെ അങ്ങേയറ്റം വെറുക്കുന്ന ഒരു സ്പിരിറ്റാണ് ഈ സ്പിരിറ്റ്. ये आत्मा का विशेषता दूसरा है, हमें परमेश्वर के दासों को घृणा करता है. ദൈവദാസന്മാരെയും ദൈവവേലക്കാരെയും ദൈവരാജ്യത്തെയും സഭയെയും ഒന്നടങ്കം തകർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്പിരിറ്റാണ് ഈ സ്പിരിറ്റ്. परमेश्वर के राज्य को, परमेश्वर के सेवकाई को, परमेश्वर की कलीसिया को, लोगों को हमें हालेलुया घृणा करने वाला लोग है ये आत्मा. ഈ സ്പിരിറ്റിന്റെ മറ്റൊരു പ്രത്യേകത, ये आत्मा के विशेषता दूसरा है, ഒറ്റ വാക്കുകൊണ്ട് ഏത് പ്രവാചകനെ ക്ഷീണിപ്പിക്കും. हमें एक ही बातों से हमें भविष्यवक्ता को नीचे गिरा देता है. ഒറ്റ വാക്കുകൊണ്ട് एक ही बातों से नीचे गिरा देता है. വീണുപോയ ഒരുപാട് പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും നമ്മുടെ രാജ്യത്തുണ്ട്. ऐसा गिरा हुआ बहुत भविष्यवक्ता हमारा देश में है. ഇന്ന് രാത്രി ആ സ്പിരിറ്റിനെ നമ്മൾ വെട്ടാൻ പോവുകയാണ്. आज रात हमें आत्मा को हम आज नाश करेंगे. ഇന്ന് ഇവിടെ വ്യാപരിക്കുന്ന ആത്മശക്തിയെ കപ്പാസിറ്റി നൽകും. हालेलुया. ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്ന ആത്മശക്തി आज रात നിന്റെ കരത്തിന് ബലം നൽകും. हमें आज रात प्रकट होने वाला आत्मा, ओ आत्मा को नाश करने का आत्मा है. ബാലിന്റെ പ്രവാചകന്മാർ 400 ആണെങ്കിലും 800 ആണെങ്കിലും ഒറ്റയ്ക്ക് വെട്ടാൻ കരത്തിന് അധികാരം. ദൈവസഭയെ ഈ ഗ്ലോറി കോൺഫറൻസ് നിന്റെ മേൽ വരാനുള്ള മഹത്വത്തെ തടയുന്ന ഇസബേലിനെ വെട്ടിയാൽ അത് നിന്റെ മേൽ വരും. ये महिमा का कॉन्फ्रेंस इसलिए है, आपके ऊपर आने वाले सारे महिमा को हमें दूर करने का, आत्मा को नाश करने के लिए है. हालेलुया. നമ്മുടെ ദേശത്ത് ഇപ്പോൾ വ്യാപരിക്കുന്ന ശക്തമായ ഒരു സ്പിരിറ്റ് അതാണ്. हमारा देश में ये आत्मा अभी ज्यादा काम कर रहा है. പല രാഷ്ട്രീയ പാർട്ടികളുടെ പേരിലും അത് നിൽക്കുന്നതേ ഉള്ളൂ, പക്ഷേ അതിന്റെ പുറകിൽ ഇതാണ് നിൽക്കുന്നത്. हमें हालेलुया, हम शब्रास्मानिया. अधिकारी लोगों के बारे में हम सोच कर बताते हैं, लेकिन अधिकारी लोगों के पीछे भी ये आत्मा कार्य करता है. ഇറ്റ്സ് എ ഡോമിനേറ്റിംഗ് പവർ ആണ്. हमें पावर है, शक्ति है. ദേശത്തെ വാഴുവാൻ ആഗ്രഹിക്കുന്ന ഒരു ശക്തിയാണ്. हमें देश को राज्य करने वाला एक स्पिरिट है. കുടുംബത്തിലുള്ളവരെ മറ്റു ദൈവങ്ങളിലേക്ക്
ആകർഷിക്കുന്ന സ്പിരിറ്റാണിത്. हमें जो परिवार में है, परिवार में रहने वाला व्यक्ति को परमेश्वर से पीछे, हमें दूसरा, हमें देवता के पीछे लेके जाने वाला आत्मा है. യഹൂദനായ ഹസ്ബൻഡായ രാജാവിനെ പോലും തിരിച്ച് ബാലിലേക്ക് കൊണ്ടുപോയ സ്പിരിറ്റാണ് ഈ സ്പിരിറ്റ്. यहूदी हमें पत्नी को बाल देवता के पीछे लेके जाने वाला स्पिरिट है ये. ഇന്ന് രാത്രി ആരെങ്കിലും നിന്നെ പിൻവലിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ, യേശു പറഞ്ഞു, ദൈവത്തെ മാത്രം നമസ്കരിക്കുക. हमें परमेश्वर की ओर से कोई तुम्हें पीछे खींच लेता है तो परमेश्वर इस प्रकार करता है, परमेश्वर को ही घुटना टेकर हमें आराधना करना है. ആ ആരാധന ആരെങ്കിലും നിന്നെ പിൻവലിക്കുന്നുണ്ടെങ്കിൽ, हमें वो आराधना से आपको कोई भी पीछे लेते हैं तो അതിന്റെ പുറകിൽ ഈ സ്പിരിറ്റാണ് വ്യാപരിക്കുന്നത്. उसका पीछे एक आत्मा है. ഇന്ന് രാത്രി നമ്മൾ ആത്മാവിൽ തിരിച്ചറിയണം. वो आत्मा को हम आज जानना है. സൈത്താൻ ഫൂൾ അല്ല, സൈത്താൻ ഫൂൾ അല്ല. हमें शैतान मूर्ख नहीं है, ഹി ഈസ് വെരി ക്ലവർ ആണ്, वो बुद्धिमान है, അവൻ തന്ത്രശാലിയാണ്. वो बहुत कुतंत्र करता है. അവൻ അറിയാം എവിടെയാ നിന്നെ തൊടേണ്ടതെന്ന്. उसको मालूम है आप कहाँ पे छूना है आपका. പക്ഷെ നീ അറിയണം എവിടെയാ അവനെ നിർത്തേണ്ടതെന്ന്. आप जानना चाहिए उसको कहाँ खड़ा करना है. Satan is not your friend. हमें शैतान आपके आगे नहीं आना चाहिए. Satan is your enemy. ओ शैतान हमारा दोस्त नहीं है, वो हमारा शत्रु है. നീ അവനോട് കോംപ്രമൈസ് ചെയ്യരുത്. वो उसके साथ कॉम्प्रोमाइज नहीं करना चाहिए. ചാൻസ് കിട്ടിയാൽ അവൻ നിന്നെ കൊത്തും. हमें वो चांस मिलेगा तो वो आपको ये काटेंगे. യേശുവിന്റെ നാമത്തിൽ यीशु मसीह के नाम से ഇപ്പോഴിവിടെ വെളിപ്പെട്ട് നിൽക്കുന്ന അഗ്നി സാക്ഷിയായി आमेन. अभी जो प्रकट हुआ अग्नि के सामने, ആ സ്പിരിറ്റ് ഓഫ് ജസബേലിനെ हमें ये आत्मा ഇന്ന് യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ यीशु मसीह के नाम से, ഇപ്പോൾ ഞങ്ങൾ ഈ രാജ്യത്ത് നിന്ന് ഞങ്ങൾ അവനെ ക്യാൻസൽ ചെയ്യുകയാണ്. हमें वो दुष्ट आत्मा को अभी हम कैंसिल कर रहा है യേശുവിൻ നാമത്തിൽ. यीशु मसीह के नाम से. എന്നോട് വിശ്വസിച്ച കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ട്, जो कोई विश्वास करते हैं हाथ उठाकर बोलिए, ഈ രാജ്യത്ത് നിന്ന് ये देश से ഈ സ്പിരിറ്റ് ഓഫ് ജസബേലിനെ स्पिरिट ऑफ जिसेबेल को ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. मैं कैंसिल कर रहा ഈ है. രാജ്യത്ത് നിനക്ക് റൂട്ടില്ല. मेरे देश में, ഈ രാജ്യത്ത് നിനക്ക് അവകാശമില്ല. ये देश में कोई अवकाश नहीं है. ഇത് പ്രവാചകന്മാരുടെ രാജ്യമാണ്. ये भविष्यवक्ता लोगों को ഇത് देश है. ഏലിയാവുമാരുടെ രാജ്യമാണ്. ये एलीजा का देश है. ഇവിടെ ഇസബേലിന് സ്ഥാനമില്ല. इधर इजबेल को कोई स्थान नहीं है. യേശുവിൻ നാമത്തിൽ यीशु मसीह के नाम കരങ്ങളെ से അടിച്ച് ആത്മാവിനെ ताली സ്വീകരിച്ച് बजाकर प्रभु की महिमा करे. हालेलुया. ശബ്ര ലാരസ്മാനി ശബലം കരകലകടലകബലകത്തവരം ചൂടമാന വൈഡമാന ഘടകസികാരമാനകസ്യാധരെ. ഹല്ലേലൂയ. ഒരു നിമിഷം ദൈവത്തിന് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാൻ അല്പസമയം നമ്മൾ ആത്മാവിൽ ആരാധിക്കാൻ पैरों में പോകുകയാണ്. खड़े हो जाएंगे. ശ്രദ്ധിച്ചേ, ध्यान दीजिए. ഈ ഇസബേലിനെ ജയിക്കാൻ इजबेल को ദൈവം ഏലിയാവ് ആദ്യം ചെയ്തത് ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ പണിതു. हमें ये इजबाल को जय पाने के लिए एलीजा ने पहले क्या किया है? जो गिरा हुआ बलि वेदी बनाया है. ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠങ്ങൾ പണിയാൻ നീ ഇന്ന് രാത്രി തയ്യാറാണെങ്കിൽ गिरा हुआ वेदी को हम बनना चाहिए. സാധാരണ ആരാധന പോരതിന്. साधारण आराधना काफी नहीं है. ഇടിഞ്ഞു കിടക്കുന്നത് അങ്ങനെ തന്നെ ഇട്ടിട്ട് നീ പണിയരുത്. ഇടിഞ്ഞു കിടന്നതിനെ വാപ്പസ് നേരെ ചൊവ്വെ പണിഞ്ഞ് टूट पड़ा हुआ वेदी को हम बनाना चाहिए. ഒരുപാട് ശുശ്രൂഷകൾ ഉണ്ടാകാം നമുക്ക്, वरदान की सेवकाई होगा हमें, പക്ഷേ ഇടിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും ഭാഗങ്ങളുടെ ഇന്ന് പകൽ പണിയപ്പെടണം. लेकिन हमारा आत्मिक जीवित का कोई भाग ऐसे टूट पड़ा है तो हमें आज उसको सही ഇത് करना है. പണിയപ്പെടാതെ ഇസബേല് തോൽക്കില്ല. ये बनना है, नहीं तो इजबेल हमारा जीवन से नहीं ഇത് जाएगा. തോൽക്കണമെങ്കിൽ യാഗപീഠം ആദ്യം പണിതപ്പെടണം.
पहले हम वेदी बनाना है, तभी हम इस्राएल भाग जाएगा। ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദർശിക്കുകയാണ്. आत्मा में मैं ये देखता हूँ, ചില കുടുംബങ്ങളുടെ അകത്ത് യാഗപീഠങ്ങൾ പണിയപ്പെടുന്നു. कुछ परिवार के अंदर वेदी बना रहा है। നശിച്ചു കിടന്ന കുടുംബമായിരുന്നു എന്റെ കുടുംബം. नाश हुआ फैमिली होगा। എന്റെ പിതാവ് ഭയങ്കര മദ്യപാനി. मेरा पिता पीने वाला व्यक्ति है। ശാപത്തിനകത്ത് വിഗ്രഹത്തെ ആരാധിച്ചിരുന്ന കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. शापित वाला फैमिली था मेरा परिवार। ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു വ്യക്തി ദൈവത്തെ ആരാധിക്കാൻ തീരുമാനിച്ചു. मेरे परिवार से एक व्यक्ति निर्णय लिया परमेश्वर के लिए। ആ ഒറ്റ വ്യക്തി യാഗപീഠം പണിതത് മുഖാന്തരം एक ही व्यक्ति वेदी बनाने के कारण ഞങ്ങളുടെ വീടിനകത്ത് രക്ഷ ദൈവം കൊണ്ടുവന്നു. मेरे घर में उद्धार आया है। ഇന്ന് രാത്രി നിങ്ങളെ നോക്കി ഞാൻ പറയാം, आज आप लोगों को देखकर मैं ये बोलना चाहती हूँ, നിങ്ങളുടെ ഭർത്താവോ മക്കളോ കുഞ്ഞുങ്ങളോ നിങ്ങളോട് ആരാധിക്കാൻ കാണില്ല. आपके पति बच्चे कोई भी आपके साथ नहीं होंगे। ഓൺലൈനിൽ ഞങ്ങളെ വാച്ചിനോട് ഞങ്ങൾ പറയട്ടെ, ऑनलाइन में देखने वालों को भी बोलना चाहता हूँ, പക്ഷെ നിങ്ങളുടെ ആരാധിക്കാൻ ആരും കാണത്തില്ലായിരിക്കും. आपके साथ आराधना करने के लिए कोई भी नहीं होगा। പക്ഷെ നീ യാഗപീഠം പണിയാൻ തയ്യാറാണെങ്കിൽ लेकिन आप वेदी बनाने के लिए मन करेगा तो ഇസബേല് നിന്റെ മുമ്പിൽ മുട്ടുമടങ്ങുമാറാ. इस्राएल आपके सामने घुटना टिकाएगा। നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ശത്രുക്കളെ 7 വഴിയായി എന്റെ ദൈവം ഓടിച്ചു കളയും. जो शत्रु आपके विरोध है वो 7 रास्ता से भाग जाएंगे। അവൻ ഒരു വഴിയായി വരും, 7 വഴിയായി അവൻ മടങ്ങിപ്പോ. एक ही रास्ता से आएगा लेकिन 7वां रास्ता से ചില भाग കുടുംബങ്ങൾക്ക് जाएगा। അകത്ത് നിന്ന് സ്പിരിറ്റ് ഓഫ് ജെസബേൽ is departing right now. हमें कुछ परिवारों के अंदर से जिसबेल की आत्मा को बाहर कर रहा है। ആമേൻ. ഇവിടെ പാട്ടൊന്നും കാണത്തില്ല. Don't wait for a song to worship. हमें गाना नहीं होगा गाने के ഒരു लिए, പാട്ടിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. गीत के लिए हम इंतजार नहीं करना। നിന്റെ ആത്മാവിൽ കത്തുന്ന തീ നിന്നെ ആരാധിപ്പിക്കണം. आत्मा में जो हमें उतरने वाला आग को पकड़ना है। ഏലിയാവിന് പാട്ട് പാടി കൊടുക്കാൻ കീബോർഡ് വായിക്കാൻ ആരുമില്ലായിരുന്നു. आमेन। एलिया को हमें कीबोर्ड बजाने के लिए कोई भी नहीं था। പാട്ട് പാടി സഹായിക്കാൻ ആരുമില്ലായിരുന്നു. हमें गीत गाकर सहायता करने के लिए कोई भी नहीं था। അവൻ പറയാ, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്. आमेन। जो मैं सेवकाई करता यहोवा की नाम ഞാൻ से, സേവിച്ചു നിൽക്കുന്ന യഹോവ. यहोवा को मैं सेवकाई करता। ഈ രാത്രി നിന്റെ ആരാധന ദൈവത്തെ സേവിക്കുകയാണ്. आमेन। आज रात आपकी आराधना परमेश्वर की നീയും सेवकाई, ദൈവമായിട്ടുള്ള ബന്ധമാണ്. ओ तुम्हारा आराधना परमेश्वर के साथ एक रिश्ता है। ആരാധനയ്ക്ക് മധ്യസ്ഥന്മാരില്ല കേട്ടോ. आराधना के लिए कोई मध्यस्थ नहीं है। ആരാധനയ്ക്ക് മധ്യസ്ഥന്മാരില്ല. आराधना के लिए कोई मध्यस्थ You नहीं है। and your God. हमें तुम और तुम्हारा परमेश्वर। നീ യാഗപീഠം പണിഞ്ഞാൽ तुम वेदी बनाएगा तो നിന്റെ കുടുംബത്തിനകത്ത് आपके परिवार के अंदर വ്യാപരിക്കുന്ന സർപ്പശക്തികൾ, हमें और जो हमें आने वाला सांप की शक्ति, മാമോന്റെ ശക്തികൾ, संपत्ति की शक्ति, and spirit of ആമേൻ ജെസബേലിന്റെ ശക്തികൾ जिसबेल की शक्ति ഈ രാത്രി നിനക്ക് തോൽപ്പിക്കാൻ പറ്റും. इसी वक्त इस रात आपको നിനക്ക് हरा ജയിക്കാൻ सकता- പറ്റും. आपको जय पाना है उसके ഇന്ന് ऊपर। രാത്രി യാഗപീഠം പണിയട്ടെ. आज रात वेदी बनाए, തകർന്നു കിടക്കുന്ന യാഗപീഠങ്ങൾ പണിയപ്പെടട്ടെ. ओ टूटा हुआ गिर पड़ा हुआ वेदी बनाए। കല്ലുകൾ പറക്കി വെക്കുക. Yes, amen. കല്ലുകൾ പറക്കി വെക്കുക. കല്ലുകൾ പറക്കി വെക്കുക. हमें पत्थर को निकाल कर रख दिए। യാഗപീഠം പണിയുക. हमें पत्थर लेकर യാഗപീഠം हमें പണിയുക. वेदी യാഗപീഠം बनाए। പണിയുക. Build the temple, build the tabernacle. Build. പണിഞ്ഞേ. നിങ്ങളുടെ കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏൽപ്പിച്ച് പറയാനാ പറയുന്നേ. നിങ്ങളുടെ കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന് ഭാഗം ഏൽപ്പിച്ചു കൊടുക്ക. आपकी सारी कमी को, सारे गलतियों को आप सौंपते हैं। ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ദർശിച്ച് പ്രാർത്ഥിച്ചു കയറിക്കേ. हमें आत्मा में आज प्रार्थना कीजिए। അല്പസമയം അന്യഭാഷയിൽ പ്രാർത്ഥിച്ചേ. आज थोड़ी देर अन्य भाषा में प्रार्थना कीजिए। കാലങ്ങളായി വാഴുന്ന ഇസബേലിയ ശക്തികൾ ഈ രാത്രി നിന്റെ മുമ്പാകെ മുട്ടുമടക്കുന്നത് നീ കാണുവാനിടയായി തീരും. सालों से आपकी परिवार में जो शाम की शक्ति आज